നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ്. വളരെ കോസ്റ്റ്ലിയും ടേസ്റ്റിയുമായിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നത് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷൻ മെത്തേഡും നമുക്ക് കാണാം. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് നമുക്ക് വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഫസ്റ്റ് നമുക്ക് കേക്ക് ബേസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുക്കണം. ഇതിലേക്ക് 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. 2 വലിയ ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. വലിയൊരു ടീസ്പൂണ് വാനില എസൻസ് ചേർക്കാം. വലിയൊരു സ്പൂണ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ എടുക്കാം. ഇനി 2 ടീസ്പൂണ് ഫുഡ് കളർ ചേർക്കാം. റെഡ് കളർ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 3 വലിയ ടേബിൾ സ്പൂണ് ബട്ടർ മിൽക്ക് എടുക്കാം. 3 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ വേണം. 1 ടീസ്പൂണ് വൈറ്റ് വിനെഗർ എടുക്കാം. മെയിൻ ഇൻഗ്രീഡിയൻറ്റിൽ ഒന്നാണ് ബട്ടർ. ഞാനിവിടെ 75 ഗ്രാം ബട്ടർ എടുക്കുന്നുണ്ട്. 50 ഗ്രാം ബട്ടർ എടുത്താലും മതി. എഗ്ഗും ബട്ടറൊക്കെ റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. തണുത്തത് പാടില്ല. തണുപ്പുണ്ടെങ്കിൽ കേക്ക് പൊന്തി വരത്തില്ല, താഴ്ന്നു പോകും. സോ ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിലായിരിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കേക്ക് ബേസിൻ്റെ ബേറ്റ് ചെയ്തെടുക്കാം. ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഷുഗർ 1 കപ്പ് ഷുഗർ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഫസ്റ്റ് ബട്ടർ എടുക്കാം. ഇനി ഇതിൽ 1/2 കപ്പ് ഷുഗർ ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. പിന്നീട് ഇതിലേക്ക് അല്പാൽപ്പം ഷുഗർ ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് വീതം ഓരോ മുട്ട എടുത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മുട്ട പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ 4 മുട്ടയും ഇടവേളകളിലായി ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ബീറ്റ് ചെയ്യാം. 1 മിനിറ്റ്. ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വൈറ്റ് വിനെഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, കൊക്കോ പൗഡർ എന്നിവ ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. കേക്ക് സോഫ്റ്റ് ആവാനും ലംസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഇനി ഇതിലേക്ക് ഫ്ലോർ മിക്സ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പ്രഷർ കുക്കർ പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഉൾഭാഗത്ത് നമുക്ക് ഒരു സ്പൂണ്, വലിയൊരു ടേബിൾ സ്പൂൺ ഓയിൽ, 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതുപോലെ ചുറ്റും ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്യാം. കേക്കിൻ്റെ താഴ്ഭാഗം കരിഞ്ഞു പോകാണ്ടിരിക്കാൻ കുക്കറിൻ്റെ താഴത്ത് ഒരു പഴയ പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് കവർ ചെയ്തിട്ട് ഒരു 20 to 25 മിനിറ്റ് കുക്ക് ചെയ്യാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. കാരണം കേക്ക് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയിരിക്കുന്ന കേക്കിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അര ഗ്ലാസ് വെള്ളത്തിൽ അര ഗ്ലാസ് ഷുഗർ ഇട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഷുഗർ മെൽറ്റ് ആയാൽ മതി, വല്ലാണ്ട് നൂല് പോലെ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ കയ്യിലിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒട്ടുന്ന പരുവത്തിലായാൽ മതി. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുപ്പിക്കാൻ വെക്കാം. ക്രീം ചീസ് സെറ്റ് ചെയ്യാം. 2 വലിയ ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ 250 ഗ്രാം ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 500 ഗ്രാം വരെ എടുക്കാം. ഇതൊന്ന് മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ഹോം മെയ്ഡ് ചീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ മിലൂസ് കിച്ചൺ ചെക്ക് ചെയ്താൽ മതി. ബട്ടർ മിൽക്ക് ഉണ്ടാക്കുന്നതും ക്രീം ചീസ് ഉണ്ടാക്കുന്നതിൻ്റെയും വീഡിയോ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷുഗർ മെൽറ്റായിട്ട് ക്രീം ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഷ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം കൊണ്ട് ഫ്രഷ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മിലൂസ് കിച്ചണിലെ വീഡിയോസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ഫ്രഷ് ക്രീമിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറും ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീമിലേക്ക് ക്രീം ചീസ് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ കൈമേൽ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ കൈമേലൊന്നും ആവുന്നില്ല, വെൽ കുക്ക്ഡാണ്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് മുമ്പ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഈ സൈഡൊക്കെ തണുത്തിട്ട് വിടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റും വെൽ കുക്ക്ഡുമാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് നമുക്ക് ചെറിയൊരു സ്ലൈസ് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ കേക്ക് ഷേപ്പും ആവും. പിന്നെ നമുക്ക് ക്രംസ് ആവശ്യമാണ്. ഈ മുകൾ ഭാഗത്തു നിന്ന് എടുത്ത സ്ലൈസ് ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പൗഡർ കിട്ടും. ക്രംസ് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
നമ്മുടെ ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ വലിയ പരന്ന കുക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേക്കിന്, അതുകൊണ്ടാണ് 2 ലെയറാക്കുന്നത്. ഇപ്പോൾ വട്ടം കുറഞ്ഞ, അതായത് കുറഞ്ഞ കുക്കറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 3 or 4 സ്ലൈസ് ആക്കി എടുക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് അല്പം ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബേസാണിത്. ഫസ്റ്റ് ബേസ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. വളരെ കുറച്ച് മാത്രം മതി, ആ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രിഡ്ജിൽ നിന്നെടുത്തതിന് ശേഷം നമുക്ക് ബേസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ബേസ് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ക്രീം നല്ലോണം കട്ടിയിൽ തേച്ച് കൊടുക്കാം. മുകളിൽ സെക്കൻഡ് ഹാഫ് വെച്ച് കൊടുക്കാം. സിസ്റ്ററാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിന് മുകളിൽ ക്രീം തേച്ച് കൊടുക്കാം. മുകളിലും സൈഡിലും കേക്ക് കാണാത്ത തരത്തിൽ നല്ല കട്ടി തന്നെ തേച്ച് കൊടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഡിസൈൻ ചെയ്യാം. ഞാനിവിടെ മിഡിൽ ഭാഗത്ത് വൈറ്റാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗത്ത് മാത്രം ഡിസൈൻ ചെയ്യാണ്. ഇഷ്ടമുള്ള ഷേപ്പിലോ മോഡലിലോ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഹോം മെയ്ഡ് റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ട്സിനെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഷെയറും ചെയ്യാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനലിലെ പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.